കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ ദ്വിദിന നേതൃക്യാമ്പ് നിലമ്പൂരിൽ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിലൂടെ കടന്നുകയറ്റം മൂലം മാധ്യമരംഗം വെല്ലുവിളികൾ നേരിടുമ്പോൾ പ്രാദേശിക വാർത്തകളിലുള്ള വിശ്വാസ്യത മൂലം മാത്രമാണ് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാനാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ഓണം മാറ്റിമറിക്കാൻ എടപ്പാൾ ഒരുങ്ങി. സാറ സിൽക്സിൽ ഓണക്കാലം മാത്രമല്ല ഓഫർ കാലവുമാണ്. സാറ സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കമ്പനിയായാലും പാർട്ടി ആയാലും പത്രമായാലും ഒക്കെ ക്രെഡിബിലിറ്റിക്ക് വലിയ സ്വാധീനമാണ്. ആ ക്രെഡിബിലിറ്റി നിലനിർത്താതെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ വിഷ്വൽ മീഡിയ, എത്ര വലിയ മാധ്യമ സ്ഥാപനങ്ങളായാലും വെല്ലുവിളികൾ നേരിടും. അപ്പോൾ അതുകൊണ്ട് പരമാവധി വിശ്വാസ്യത നിലനിർത്തി പോകണം. പ്രത്യേകിച്ച് പ്രാദേശിക വാർത്താ ചാനലുകൾക്കും അതിൽ വലിയ പ്രസക്തിയുണ്ട്. പ്രാദേശിക ചാനലുകൾ ഇന്ന് ജനങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. കാരണം അവരുടെ വീട്ടുമുറ്റത്തുള്ള കാര്യം, അവരുടെ ചുറ്റുപാടുമുള്ള കാര്യം, അത് കുറേ കൂടി നല്ല രീതിയിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. ജനങ്ങൾക്ക് ഇന്ന് ഏത് മീഡിയ സംവിധാനമായാലും അവർക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാദേശിക തലത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, പ്രാദേശിക വാർത്തകൾ പത്രങ്ങളുടേതായാലും ചാനലുകളുടെ പ്രാദേശിക വാർത്തകളാണ് ഞങ്ങളൊക്കെ കുറേ നോക്കാറുള്ളത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രാദേശിക വാർത്തകൾക്ക് ഇന്ന് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് പ്രാദേശിക വാർത്തകളെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾക്ക് നല്ല പ്രസക്തി കിട്ടും, വിശ്വാസ്യത കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ. മുഖ്യാതിഥിയായി. ദൈനംദിന വിഷയങ്ങളിൽ ജനപക്ഷത്തു നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ. പറഞ്ഞു. മുതിർന്ന മാധ്യമ പ്രവർത്തകരെ എം.എൽ.എ. ആദരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ ടി.എ. രാജഗോപാൽ പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസം നീണ്ടുനിന്ന ക്യാമ്പയിന് തുടക്കമായത്. തുടർന്ന് നടന്ന സംഘടനാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.സി. സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ ഇ.പി. രാജീവ്, ദേശീയ സമിതി അംഗം ബോബൻ ബി കിഴക്കേത്തറ, ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിമുഹമ്മദ് കാളികാവ്, അത്തീഫ് മാസ്റ്റർ, എൻ.എം. കോയ പള്ളിക്കൽ, ഫാറൂഖ് വെളിയങ്കോട്, ഷിഹാബ് കാളികാവ് തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമ ഗവേഷകൻ ഹബീബ് റഹ്മാൻ ക്ലാസ് എടുത്തു. സമാപന സമ്മേളനം സംസ്ഥാന ട്രഷറർ ഇ.പി. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ സമിതി അംഗം ബോബൻ ബി കിഴക്കേത്തറ, ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ, പ്രോഗ്രാം കൺവീനർ ടി. രാജഗോപാൽ, കോർഡിനേറ്റർ കുഞ്ഞിമുഹമ്മദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജില്ലയിലെ വിവിധ പ്രസ് ക്ലബ്ബുകളിലെ മേഖലാ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ, നിലമ്പൂർ.